ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഞാൻ പോയിട്ട് വരാം. ഒന്ന് നിക്കേ. ഞാനും വരുന്നുണ്ട്. ഇത് കലക്കിയപ്പച്ചി, വാ, അവിടെ എന്താ നടക്കുന്നേ നോക്കാം. അയ്യോ, ചായയുടെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. പിടിപ്പത് പണിയുണ്ടായിരുന്നു. ദേ, ഇപ്പൊ ചായ എടുക്കാവേ. ഇത് ഇവിടത്തേക്കൊന്നുമല്ല, നമ്മുടെ ഹരിതമോൾക്കാ. അവളുടെ കിഴങ്ങൻ ഭർത്താവ് വാർക്കപ്പണി നിർത്തിയിട്ട് ഇപ്പൊ ബേക്കറി തുടങ്ങാണോ? എന്നോട് ദേഷ്യപ്പെടല്ലേ. ഇത് ഹരിതമോൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. ഒരമ്മയാക്കാൻ തയ്യാറെടുക്കുന്നവൾക്ക് ഈ സമയത്ത് ഇതിനോടൊക്കെ താല്പര്യം കാണും. എന്നാലേ അതൊന്നും വേണ്ട. അതെ, എന്നെ ധിക്കരിച്ചിറങ്ങി പോയതാ അവള്. എനിക്കില്ലാത്ത ബന്ധം നിനക്കും വേണ്ട, മനസ്സിലായോ? അതെ, ഈ ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് ഏതെങ്കിലും അനാഥാലയത്തിലോ ഏതെങ്കിലും പിച്ചക്കാരനോ കൊണ്ടുകൊടുക്കുക. അല്ലെങ്കിൽ പിച്ചക്കാരൻ വേണ്ട, ഞാൻ തന്നെ തിന്നു തീർത്തോളാം. അങ്ങനെ പറയല്ലേ, ഞാനൊരമ്മയല്ലേ. മോള് ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു അമ്മയുടെ കടമയല്ലേ. അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കണം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കാണില്ല. മനസമാധാനം ഇറങ്ങിപ്പോയപ്പോ നിന്റെ മോളോർത്ത് കാണില്ല. കൊതിച്ചതെല്ലാം വാങ്ങിത്തരാൻ പാങ്ങില്ലാത്ത ഒരു ദരിദ്രവാസി കുടുംബത്തിലേക്കാണ് പോയതെന്ന്. ശരി, ഈ സമയത്ത് പട്ടിണി കിടക്കണ്ട. എടി, എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊണ്ടുപോയി കൊടുക്ക്. എനിക്കവിടുന്ന് സന്തോഷായി. അവൻ നശിപ്പിച്ചു. അവനെ ഞാനൊന്ന് കാണട്ടെ. നിക്കപ്പച്ചി, എടുത്തു ചാടി ഓരോന്ന് ചെയ്യാതെ. ഇനി എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, ഞാൻ പോയിട്ട് വരാം. ഒന്ന് നിക്കേ. ഞാനും വരുന്നുണ്ട്. കർണാര, സംഗതി ഹരിത കാണിച്ച അഹങ്കാരമാണെങ്കിലും ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവളോട് നെറിയേട് കാട്ടാൻ പാടില്ലല്ലോ. കുടുംബത്തിൽ പറഞ്ഞതിന്റെ ഗുണം നമ്മൾ കാണിക്കണ്ടേ? അതുകൊണ്ട് പലഹാരവും കൊണ്ട് ഞാനും കൂടി പോകാം. ആയിക്കോട്ടെ. നാത്തൂൻ ഇപ്പൊ വരണ്ട. അതെന്താ ഞാൻ വന്നാല്? അല്ല, അവരത്ര വലിയ കുടുംബക്കാരൊന്നും അല്ലല്ലോ. മാത്രമല്ല, അവിടുത്തെ രീതികളൊന്നും നാത്തൂൻ അങ്ങോട്ട് പിടിച്ചെന്നും വരില്ല. അയ്യോ, അതൊന്നും സാരയില്ല. ഹരിതമോക്ക് വേണ്ടി ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ ഞാനും കൂടി വന്നാലോ? അയ്യോ വേണ്ട, തൽക്കാലം ഞങ്ങൾ മുതിർന്നവർ പോയിട്ട് വരട്ടെ. മാത്രമല്ല, ഗർഭിണിയായ ഒരു പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോ പ്രസവിക്കാത്ത ഒരുവളെ കൂടെ കൂട്ടുന്നത് അത്ര നല്ലതല്ല. ദാ, വണ്ടി എടുക്കടാ. നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ ഇങ്ങോട്ട്. ഇതിനകത്തൊന്നും ഒരു ജോബ് വേക്കൻസി ഇല്ലല്ലോ. ഹരിതയ്ക്കൊടുത്ത് വാക്ക് പാലിക്കാൻ പറ്റുമോ?
ഹരിതേ, വസന്തേച്ചി, ദേ അച്ഛനും അമ്മയും എത്തി. എത്രയായി? അച്ഛാ, അമ്മേ, മീനാക്ഷി, വാ. മോള് വാ. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ, മോളെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഇലയുടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ എനിക്കല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ട ഇലയുടെ അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. മനോജെ, താടിയൊക്കെ വെട്ടിമാറ്റിയപ്പോ ആ മുഖത്ത് നല്ല ഐശ്വര്യമുണ്ട്. ആ ഐശ്വര്യം എന്റെ മോന്റെ ജീവിതത്തിലും ഉണ്ടാവും. ഉറപ്പായും ഉണ്ടാവും അമ്മേ. അതിനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ. മീനാക്ഷി, വിനോദം വന്നില്ലേ? ഇല്ല. കൊള്ളാം. വിനുവിനെ കൂടി കൊണ്ടുവന്ന വർക്ക്ഷോപ്പ് ആര് നോക്കൂടാ? ഓ, അത് ഞാൻ മറന്നു വെച്ച. അച്ഛന് ചായ എടുക്കട്ടെ? ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ചായയും കാപ്പിയും ഒന്നുമല്ല ആവശ്യം. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരണം. അക്കാര്യത്തിലേ എന്റെ നാത്തുമാര് രണ്ടുപേരും ഇവിടെ മത്സരം തുടങ്ങി കഴിഞ്ഞാ. ആ, എത്ര കുട്ടികളാണേലും ഞങ്ങള് തറയിൽ വെക്കാതെ നോക്കിക്കോളാം. അല്ല, നിങ്ങളെ വിളിക്കാൻ വന്ന ജഗനും വന്ദന എവിടെ? ആ. എന്താ മോനെ നിങ്ങൾ വൈകിയത്? വരുന്ന വഴിക്ക് ദീമോളുടെ സ്കൂളിലൊന്ന് കയറിയച്ചാ. അത് അച്ഛനും അമ്മയും വരുന്നു അറിഞ്ഞപ്പോ മോള് ഞങ്ങളുടെ കൂടെ വരണമെന്നും പറഞ്ഞ് ചാട്ടിയും പിടിച്ചതാ. എങ്ങനെയെങ്കിലും ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കിയാ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് വന്നത്. അല്ല, വർഷമോൾ എവിടെ? അവളീ വന്നില്ലേ? ഇല്ലച്ചാ, അവള് ഹോസ്റ്റലിലേക്ക് പോയി. ഇന്ന് വരുമെന്നാ പറഞ്ഞത്. മാനത്തെ കൊട്ടാരം